ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ആദി. അപ്പോൾ ഇത്തവണ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ ഒരു സ്മഡ്ജ് ടൂൾ എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഓട്ടോഡെസ്കിൽ ഏതൊക്കെ ടൂൾസാണ് സ്മഡ്ജ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, അതെങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ബ്രഷ് ലൈബ്രറി എടുത്തു നോക്കുമ്പോൾ തന്നെ നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മുകൾ ഭാഗത്തായിട്ടായിരിക്കും ബ്രഷ് ലൈബ്രറി. ഇപ്പോൾ ഞാൻ ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് സൈറ്റിൽ ബ്രഷ് ലൈബ്രറി കാണിക്കുന്നത്. ഓക്കെ, ബ്രഷ് ലൈബ്രറിയിൽ ഫസ്റ്റ് തന്നെ സ്മഡ്ജ് പെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ സ്മഡ്ജ് എന്ന് പറഞ്ഞ വേറൊരു കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറിയിൽ ഏകദേശം ഒരു 6 പെന്ന് വേറെ എടുക്കുന്നുണ്ട്, 6 ബ്രഷസ് വേറെ ഉണ്ട്. പിന്നെ തൊട്ട് താഴെ പോയാൽ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നിടത്ത് വാഷ് എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട്, ഒരു സ്മഡ്ജ് ടൂളുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ബ്ലെൻഡിങ് എന്ന് പറഞ്ഞൊരു സ്മഡ്ജ് ടൂളും എടുക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും താഴെയായിട്ടാണ് ബാക്കി ടൂൾസ് ഇരിക്കുന്നത്. കണ്ടോ, കളർലെസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാറ്റഗറിയിൽ കുറച്ച് ടൂൾസ് ഉണ്ട്, ഏകദേശം 6 ടൂളുണ്ട്. അപ്പോൾ ഇത്ര ടൂളാണ് ഓട്ടോഡെസ്കിലെ സ്മഡ്ജ് അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്യുന്ന ടൂൾസ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഓക്കെ, അതിന് വേണ്ടി ഞാൻ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു കളേഴ്സ് സെലക്ട് ചെയ്യാണ്. ഒരു ഓറഞ്ച് കളറും പിന്നെ അതുപോലെ തന്നെ ഒരു ബ്ലൂ കളറും പിന്നെ ഒരു പർപ്പിൾ ഒരു കളറും കൂടി ജസ്റ്റ് ലൈൻസ് ഇട്ടിട്ട് കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ് അത് യൂസ് ചെയ്യുക എന്ന്. ഓക്കെ, ഇപ്പോൾ ഇനിയൊരു കളറും കൂടി വേണം നമുക്ക് ജസ്റ്റ്. ഓക്കെ, നമുക്ക് കുറച്ചും കൂടി ബ്ലൂ കുറച്ചും കൂടി ഡാർക്ക് ബ്ലൂ ആക്കാം. ഇനി ഈ കളേഴ്സിൽ എങ്ങനെ ബ്ലെൻഡ് ചെയ്യാമെന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. നമുക്കൊരു പിക്ചറിൽ എങ്ങനെ ആ ടൂൾസ് യൂസ് ചെയ്യാമെന്നും കാണിച്ചു തരാം ഞാൻ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ടൂൾ ലൈബ്രറി എടുക്കുക. അതിൽ ഫസ്റ്റ് കാണുന്ന സ്മഡ്ജ് പെൻ, സ്മഡ്ജ് ചെയ്യുന്ന കാറ്റഗറിയിൽ സ്മഡ്ജ് പെൻ ഫസ്റ്റാണ്. അതിൻ്റെ സൈസ് നിങ്ങൾക്ക് ആവശ്യത്തിന് എടുത്തിട്ട് അത് യൂസ് ചെയ്യാം. സ്മഡ്ജ് പെന്നിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ എഡ്ജസ് ഒക്കെ സ്മൂത്തൻ ചെയ്യുക, അല്ലെങ്കിൽ 2 കളേഴ്സ് തമ്മിൽ സ്മഡ്ജ് ചെയ്യുക, അതായത് 2 കളേഴ്സ് തമ്മിൽ ലയിപ്പിക്കുക. ഇങ്ങനത്തെ യൂസാണ് സ്മഡ്ജ് പെന്നിനുള്ളത്. കണ്ടോ, എഡ്ജസ് സ്മഡ്ജ് ചെയ്ത് ലയിപ്പിക്കുക, എഡ്ജസ് സ്മൂത്തൻ ചെയ്യുക, ഇതുപോലുള്ള യൂസാണ് സ്മഡ്ജ് പെന്നിനുള്ളത്. ഇപ്പോൾ നിങ്ങളൊരാളുടെ ഫേസ് വരയ്ക്കുകയാണെങ്കിൽ അയാൾക്ക് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഡാർക്ക് ഷെയ്ഡ് അയാളുടെ ഫേസിന് മേലെ കൊടുത്തിട്ട് അതിൻ്റെ ഔട്ടർ എഡ്ജസൊക്കെ സ്മൂത്തൻ ചെയ്തെടുക്കാൻ പറ്റും. അതെങ്ങനെ ചെയ്യാമെന്നും ഞാനൊരു പിക്ചറിൽ ചെയ്ത് കാണിക്കാം. ഇനി അതിലെ നെക്സ്റ്റ് സ്മഡ്ജ് ടൂള് എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം. സ്മഡ്ജ് പെൻ ഇപ്പോൾ നമ്മൾ നോക്കി, ഇനി താഴോട്ട് സ്ക്രോൾ ചെയ്താൽ മറ്റുള്ള സ്മഡ്ജ് ടൂൾസും കാണാം. നോക്കാം, അതിൽ ഇനി കാണുന്നത് സ്മഡ്ജ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി കാണാം. അതിൽ ഏകദേശം 8ഓളം ടൂൾസ് ഉണ്ട്, 8 അല്ല 9 ടൂൾസ് ഉണ്ട്. അതിൽ ഞാൻ ആദ്യത്തെ ടൂൾ സെലക്ട് ചെയ്തു. ഇനി ആ ടൂൾ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. കണ്ടോ, ഈ ടൂൾ നമുക്ക് സാധാരണ ഹെയർ വരയ്ക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഹെയർ, അതുപോലെ തന്നെ ഗ്രാസ്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഒരു സ്മഡ്ജ് ടൂളാണിത്. കളേഴ്സിൽ നിന്നും കളറിനെ എടുത്തുകൊണ്ട് ഒരു വശത്തേക്ക് സ്പ്രെഡ് ചെയ്തുകൊണ്ട് സ്മഡ്ജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹെയർ വരയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ സൈസ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഹെയർ വരയ്ക്കാൻ പോയിൻറ്റഡ് ആയിട്ടുള്ള വേറൊരു സ്മഡ്ജ് ടൂളുണ്ട് ഇതിൻ്റെ കാറ്റഗറിയിൽ തന്നെ. സ്മഡ്ജിൽ ആംഗുലർ എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്, അത് ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്താം. കുറച്ചും കൂടിയും പോയിൻറ്റഡ് ആയിട്ട് നമുക്ക് ഹെയർസ് വരയ്ക്കാനും ഗ്രാസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണിത്. ഓക്കെ, നമുക്കത് ഒന്ന് ജസ്റ്റ് നോക്കാം. ടൂൾ ലൈബ്രറിയിൽ തന്നെ നമ്മൾ സ്മഡ്ജസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ സ്മഡ്ജിൻ്റെ ആംഗുലർ എന്ന് പറഞ്ഞൊരു ഇത് സെലക്ട് ചെയ്യാം. എന്നിട്ട് അത് ഭയങ്കര പോയിൻറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നു. കണ്ടോ, ഹെയറൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമായിട്ട് ഹെയറൊക്കെ വരയ്ക്കാൻ പറ്റും. പോയിൻറ്റഡ് ആയിട്ട് നമുക്ക് സ്മഡ്ജ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അതാണ്
അതിൻ്റെ ഒരു യൂസ്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നതനുസരിച്ച് നിങ്ങൾ എന്ത് ചിത്രമാണ് വരയ്ക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് തോന്നാണ് ഈ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് സ്മഡ്ജ് ചെയ്തെടുക്കണം ആ ഒരു ഭാഗമെങ്കിൽ ആ ഒരു ടൂൾ യൂസ് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന പോലെ ഹെയറും പുല്ലും കാര്യങ്ങളും മാത്രമല്ല, നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ ഏതൊക്കെ ടൂൾസ് എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് നിങ്ങൾക്ക് ബേസിക് ഒരു ഐഡിയ ഉണ്ടായാൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൂള് സ്മഡ്ജ് ചെയ്യുന്ന കാറ്റഗറിയിൽ വേറൊരു ബ്ലെൻഡിങ് ടൂൾ നമുക്ക് പരിചയപ്പെടാം. ലൈബ്രറി എടുക്കുക. അത് ഏറ്റവും അവസാനം വാഷ് എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. അതെന്ന് പറഞ്ഞാൽ വാഷ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വാട്ടർ കളർ എഫക്റ്റ് കിട്ടുന്നൊരു സ്മഡ്ജ് ടൂളാണ്. കണ്ടോ, നമുക്ക് ആ സ്മഡ്ജ് ചെയ്ത് ഒരു വാട്ടർ കളർ എഫക്റ്റിലേക്ക് സ്മഡ്ജ് ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഉപയോഗിക്കുന്നൊരു സ്മഡ്ജ് ടൂളാണത്. അപ്പോൾ വാട്ടർ കളർ പോലെ ചെയ്യുന്ന പെയിൻറ്റ്സ്, ഡിജിറ്റൽ പെയിൻറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മഡ്ജ് ടൂൾ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് കാറ്റഗറി കളർലെസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാറ്റഗറിയാണ്. അതിലൊരു ടൂള് സെലക്ട് ചെയ്യുക. ഏകദേശം 6 ടൂളുണ്ട് കളർലെസ് എന്ന് പറഞ്ഞത്. അതിൻ്റെ പോയിൻ്റുകൾക്ക് മാത്രം വ്യത്യാസമുള്ളൂ, അതായത് പ്രവർത്തനം ഒരുപോലെയാണ് ഒരു കാറ്റഗറിയിൽ. ഓക്കെ, കളർലെസ് എന്ന് പറഞ്ഞാൽ ഒരു കളർ നമ്മൾ സെലക്ട് ചെയ്ത് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് കളർ ചെയ്യുന്നതോടൊപ്പം ബ്ലെൻഡ് ചെയ്യുന്നൊരു രീതിയാണ്. കണ്ടോ, ഇനി ഞാൻ ആ ഓറഞ്ച് കളറും കൂടി പിക്ക് ചെയ്യാം. ജസ്റ്റ് പിക്ക് ചെയ്തിട്ട് മറ്റുള്ളിടത്ത് അപ്ലൈ ചെയ്യാം. ഇപ്പം ടു കളേഴ്സ് തമ്മിൽ ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ അത് പിക്ക് ചെയ്തിട്ട് അതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു കളറും വരും. ബ്ലെൻഡിങ്ങിൻ്റെ ഫ്ലോ കൂട്ടിക്കഴിഞ്ഞാൽ ഇതിലും സ്പ്രെഡായിട്ട് വരും. ഫ്ലോ കുറച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് വരും. ഓക്കെ, അപ്പോൾ ഒരു കളർ എടുത്തുകൊണ്ട് ബ്ലെൻഡ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ ചില സമയത്ത് നമ്മൾ ഡാർക്ക് ചെയ്യുമ്പോൾ എക്സ്ട്രാ ഭയങ്കര ഡാർക്കായിട്ട് വരികയാണെങ്കിൽ നമുക്ക് വൈറ്റ് കളർ സെലക്ട് ചെയ്തിട്ട് ആ വൈറ്റ് കൊണ്ടുവന്ന് ടച്ച് ചെയ്ത് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഗുണങ്ങളൊക്കെ ഈ ഒരു ടൂളിനുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് ആ ഒരു സ്മഡ്ജ് ബ്രഷ്, നമ്മൾ ഏറ്റവും ആദ്യം കാണിച്ചൊരു സ്മഡ്ജ് പെന്നുണ്ട്, ആ പെൻ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. അതായത് സ്മഡ്ജ് പെൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് എഡ്ജ് സ്മൂത്തൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു കളറിൻ്റെ കളറ് മറ്റൊരു കളറിലേക്ക് ലയിപ്പിച്ച് ചേർക്കുക, അതായത് ബ്ലെൻഡ് ചെയ്ത് മുഴുവനായിട്ട് ലയിപ്പിച്ച് ചേർക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഈ പിക്ചറിൽ എങ്ങനെ അത് യൂസ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ആ സ്മഡ്ജ് പെന്ന് എടുക്കുകയാണ്. ആ സ്മഡ്ജ് പെൻ എടുത്തിട്ട് നമുക്ക് വേണ്ട കളറും ഫ്ലോ ഒക്കെ സെറ്റ് ചെയ്യുക. അതിന് എഡ്ജസും ഭാഗങ്ങളൊക്കെ നമുക്ക് സുഖമായിട്ട് സ്മഡ്ജ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ആ നീല ബാക്ക്ഗ്രൗണ്ടിലേക്ക് വേണമെങ്കിൽ നമുക്ക് ടോട്ടലായിട്ട് സ്മഡ്ജ് ചെയ്ത് ലയിപ്പിക്കാനും ഈ ഒരു ടൂൾ കൊണ്ട് പറ്റും. നമുക്ക് ജസ്റ്റ് നോക്കാം. അത് സ്മഡ്ജ് ചെയ്തിട്ട് ടോട്ടലി ആ ഒരു ഇതിനോട്, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നീലാണ് കൊടുത്തിരിക്കുന്നത്, അതിനോട് മൊത്തമായിട്ട് ലയിപ്പിക്കാൻ പറ്റും. സ്മഡ്ജിൻ്റെ ഫ്ലോ കുറച്ചോ കൂട്ടോ, നമുക്ക് എത്രത്തോളം ഫ്ലോ വേണം. ഫ്ലോ കൂടുമ്പോൾ സ്പ്രെഡ് ആവുന്ന കണ്ടീഷൻ കൂടും, ഫ്ലോ കുറയുമ്പോൾ സ്പ്രെഡ് ആവുന്ന കണ്ടീഷൻ കുറയും. അങ്ങനെയാണ്. നമുക്ക് ജസ്റ്റ് ആ ബാക്ക്ഗ്രൗണ്ടിനോട് നന്നായിട്ടൊന്ന് ലയിപ്പിക്കാം, സ്മഡ്ജ് ചെയ്ത് ലയിപ്പിക്കാം. അപ്പോൾ സ്മഡ്ജിങ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കളറിനെ നമ്മൾ സ്പ്രെഡ് ചെയ്യുകയാണ്. അതിനെ കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യണമെങ്കിൽ കൂടുതലായിട്ട് ഫ്ലോ കൂട്ടിയിടുക, സൈസ് കൂട്ടിയിടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് നിങ്ങളുടെ ബേസിക് ഐഡിയ വെച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഞാൻ ആ പിക്ചറിന് ബാക്ക്ഗ്രൗണ്ടിനോട് ലയിപ്പിച്ചെടുക്കുകയാണ് ആ ഒരു കളർ. അപ്പോൾ ഇങ്ങനെ മറ്റൊരു കളറിലേക്ക് ലയിപ്പിച്ചെടുക്കാനും അതുപോലെ തന്നെ എഡ്ജസ് കാര്യങ്ങളൊക്കെ സ്മൂത്ത് ചെയ്യാനും ഈ ഒരു സ്മഡ്ജ് പെന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. സ്മഡ്ജ് പെന്ന് നമ്മളെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ സ്കിന്നൊക്കെ സ്മഡ്ജ് ചെയ്യാൻ യൂസ് ചെയ്തത് അതാണ്. ഓക്കെ, ഇനി ഒരു പിക്ചർ നോക്കാം. നമുക്ക് ഒരു പിക്ചറിൽ എങ്ങനെ നമ്മളൊരു സ്മഡ്ജ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി വേറെ കാണിച്ചിരുന്നു താഴെയായിട്ട്. അതിലെ പെന്ന് എങ്ങനെ യൂസ് ചെയ്യാം, അതിലെ സ്മഡ്ജ് ബ്രഷസ് എങ്ങനെ യൂസ് ചെയ്യാം, കുറച്ച് വൈറ്റ് കളേഴ്സ് ബ്രഷസ് കാണിച്ചിരുന്നു, അതെങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. അതിൽ ആംഗുലർ എന്ന് പറഞ്ഞൊരു ബ്രഷ് ഉണ്ട്. അതിൻ്റെ സൈസ് കുറച്ചിട്ട് നമുക്ക് മുടിയൊക്കെ വരയ്ക്കാൻ ഉപയോഗിക്കാം. കണ്ടോ, മുടിയുടെ എഡ്ജസ് കാര്യങ്ങളൊക്കെ നമുക്ക് സുഖമായിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഉപയോഗങ്ങളുണ്ട് ഈ ഒരു ബ്രഷിനുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഹെയർ വരയ്ക്കാൻ യൂസ് ചെയ്യാൻ പറ്റും. ഇത് പോയിൻറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ പല ഷേപ്പിലുള്ള സ്മഡ്ജ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ പല ഷേപ്പിലുള്ള ബ്രഷസ് ഉണ്ട്. അപ്പോൾ ആ ഷേപ്പ് നമുക്ക് എന്ത് ടൈപ്പ് പിക്ചറാണ് വരയ്ക്കുന്നത് ആ ഷേപ്പ് അതിന് അനുയോജ്യമാകോ എങ്കിൽ ആ ഒരു ടൂൾ എടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ,
അപ്പോൾ ഓട്ടോഡെസ്ക് സ്കെച്ച് ബുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ ടൂളിനും ഓരോ യൂസ് ഉണ്ട്. മറ്റുള്ള ഡിജിറ്റൽ ആപ്ലിക്കേഷൻ പോലെയല്ല. ഓരോ ടൂൾസിനും എന്താ പറയുക 100-ൽ കൂടുതൽ ആവശ്യങ്ങൾ നമുക്ക് വരും. ഓരോ ടൂൾ അറിഞ്ഞ് പഠിച്ച് ചെയ്താൽ ഏറ്റവും ബെറ്റർ ആപ്ലിക്കേഷനാണ് ഡിജിറ്റൽ പെയിൻറ്റിങ്ങിന് ഓട്ടോഡെസ്ക് സ്കെച്ച് ബുക്ക്. പക്ഷേ ടൂൾസും അതുപോലെ തന്നെ ഇൻ്റർഫേസും ഓപ്ഷൻസും കൂടുതലുള്ളതുകൊണ്ട് ബിഗിനേഴ്സിന് താല്പര്യം കുറവാണ്. പക്ഷേ നന്നായി പെയിൻറ്റ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് ഓട്ടോഡെസ്ക് ആയിരിക്കും ഇഷ്ടവും. ഓക്കെ, നമുക്ക് നോർമൽ ഇൻ്റർഫേസുള്ള ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ IBIS പെയിൻറ്റെക്സ് പോലെ. IBIS പെയിൻറ്റെക്സിൻ്റെ ഒക്കെ ഒരു ടൂൾസിൻ്റെയും അതുപോലെ തന്നെ ഇൻഫിനിറ്റിയുടെ ടൂൾസിൻ്റെയും ഒക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നുണ്ട്, വരുന്ന വീഡിയോയിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ തുടർന്ന് കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സ്മഡ്ജ് പെൻ യൂസ് ചെയ്തിട്ട് സ്കിന്നിൽ എങ്ങനെ സ്മഡ്ജ് ചെയ്യാം. ഇപ്പോൾ ഞാൻ വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട്. ഇനി സ്മഡ്ജ് പെൻ യൂസ് ചെയ്യാം. എന്നിട്ട് ആ വൈറ്റ് ഞാൻ എന്ത് ചെയ്യുക, അവിടെ ബ്ലെൻഡ് ചെയ്ത് ചേർക്കുകയാണ്. കണ്ടോ? അപ്പോൾ നമുക്ക് സ്കിന്നിൽ അവിടെ ഡാർക്ക് കളറാണ് എടുക്കുന്നത്, അത് നമുക്ക് ലൈറ്റ് ആക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വൈറ്റ് കൊണ്ടുവന്നു അവിടെ സ്മഡ്ജ് ചെയ്ത് ചേർത്തു. പിന്നെ ഹൈലൈറ്റ് കൊടുക്കണമെങ്കിൽ കുറച്ചും കൂടി വൈറ്റ് അതിൻ്റെ മേലെ കൊടുത്തിട്ട് നമുക്ക് സ്മഡ്ജ് ചെയ്താൽ അത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. ഓക്കെ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് മൂക്കിൻ്റെ ഒരു ഭാഗം അവിടെ ഇതുപോലെ ജസ്റ്റ് ഒരു വൈറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ വൈറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് ആ സ്മഡ്ജ് പെൻ തന്നെ യൂസ് ചെയ്തിട്ട് സ്മഡ്ജ് ചെയ്യും. അതായത് ഒരു കളറിന് മേലെ മറ്റൊരു കളറ് വെച്ച് സ്മഡ്ജ് ചെയ്യാനും സ്മഡ്ജ് പെയിൻറ്റ് യൂസ് ചെയ്യും, സ്മഡ്ജ് പെന്ന് യൂസ് ചെയ്യും. അതുപോലെ തന്നെ എഡ്ജസ് സ്മൂത്ത് ചെയ്യാനും ഉപയോഗിക്കാം. കേട്ടോ? ഇനി നമുക്ക് ഒരു സ്കിന്നിൽ ലൈറ്റ് കളർ കൂടിപ്പോയി, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡ് കൂട്ടണം അല്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡ് ഇടണം. നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് തന്നെ കളർ പിക്ക് ചെയ്യാണ്. കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു കളറ് ഈ ഒരു ഇതിൽ നിന്ന് തന്നെ ഞാൻ കളർ പിക്കർ യൂസ് ചെയ്ത് പിക്ക് ചെയ്തു. ഇനി ഒരു വൈറ്റ് കൂടുതലായിട്ട് ഇപ്പുറത്തെ ഭാഗത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ആ കളറ് പിക്ക് ചെയ്ത് പെയിൻറ്റ് ചെയ്യാണ്. എന്നിട്ട് സ്മഡ്ജ് പെൻ യൂസ് ചെയ്തിട്ട് അവിടെ നൈസായിട്ട് സ്മഡ്ജ് ചെയ്ത് ലയിപ്പിക്കുക. ഇപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ വൈറ്റ് കൊടുത്തിരുന്നത് അല്ലെങ്കിൽ ലൈറ്റ് കളർ കൊടുത്തിരുന്നതെന്ന് വെച്ചാൽ ഞാൻ കൊടുത്ത ലൈറ്റ് ആൻഡ് ഷേഡോ അനുസരിച്ചാണ്. കാരണം ഇപ്പുറത്തെ മുഖത്തിൻ്റെ ഇപ്പുറത്തെ ലൈറ്റ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഷേഡോ ആയിരിക്കും. അതൊക്കെ ഡ്രോയിങ്ങിൻ്റെ റൂൾ അനുസരിച്ച് ചെയ്തിട്ടുള്ളതാണ്. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവിടെ ഒരു ഡാർക്ക് കൊടുത്ത് സ്മഡ്ജ് ചെയ്യുന്നത്, എങ്ങനെ സ്മഡ്ജ് ചെയ്യാം എന്നുള്ളത്. ഓക്കെ, ആണോ? അവിടെ സ്മഡ്ജ് ചെയ്ത് കുറച്ച് ഡാർക്കാക്കി. നമുക്കിനി ഞാൻ വേണമെങ്കിൽ നമ്മൾ ഇത്ര നേരം സ്മഡ്ജ് ചെയ്തൊന്ന് ഹൈഡ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ വ്യത്യാസം? കണ്ടോ രണ്ടിൻ്റെ? ഓക്കെ, അപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ടൂൾ ഓട്ടോഡെസ്കിലെ സ്മഡ്ജ് ടൂൾസാണ്. അതൊക്കെ എങ്ങനെയൊക്കെ അതിൻ്റെ ഫങ്ഷൻ എന്ന് ഞാൻ പറഞ്ഞു, എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലുള്ള ടൂൾസ് നിങ്ങൾ ഓരോന്നെടുത്ത് യൂസ് ചെയ്ത് പഠിച്ച് നോക്കാം. സ്മഡ്ജ് കാറ്റഗറീസിലെ ടൂൾസ് ഉണ്ട്, അതുപോലെ കളർലെസ് കാറ്റഗറിയിലെ ടൂൾസ് ഉണ്ട്, പിന്നെ സ്മഡ്ജ് പെൻ. അതാണ് മെയിനായിട്ട് നമ്മൾ ഓട്ടോഡെസ്കിൽ യൂസ് ചെയ്യുന്ന ബ്ലെൻഡിങ് ടൂൾസ്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഇനിയുള്ള വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.